ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ആദ്യം നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ കാണാം. സെയ്യാറ ഓർഗാനിക് ഹെന്നയുടെ ഒരു ബിഗിനേഴ്സ് ഓർഗാനിക് ഹെന്ന കിറ്റ് ആണ് ഇത്. 350 രൂപയും കൊടുത്ത് ആമസോണിൽ ഞാൻ വാങ്ങിച്ചതാണ്. എന്തിനാന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇതുകൊണ്ട് ഇപ്പൊ ചോറും കറിയും വെക്കാനൊന്നും പറ്റൂലല്ലോ. ഹെന്ന ഉണ്ടാക്കി പഠിക്കാൻ, അല്ലാതെ എന്തിനാ. സോ ഗൈസ്, ആദ്യം നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാലേ. വാവ്, ഇതുവരെ മൈലാഞ്ചി ഉണ്ടാക്കാത്തതും കൊണ്ട് ഇതിന്റെ ഉള്ളിലുള്ള ഓരോ സാധനത്തിനെ പറ്റിയിട്ടും എനിക്ക് ഒരു ധാരണയില്ല. ഏകദേശം 10 ഹെന്നാക്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് A to Z മുതൽ ഉപയോഗിക്കാനുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു കിറ്റിലുണ്ട്. ബിഗിനേഴ്സ് അല്ലേ, ഉണ്ടാക്കി പഠിക്കാനല്ലേ, 400 രൂപയ്ക്ക് ഇത് എന്തായാലും വേർത്താണ് കേട്ടോ. ഇത് സെയ്യാറയുടെ 100 ഗ്രാം ഓർഗാനിക് ഹെന്ന പൗഡർ. ഒരു മെഹന്തി കോണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ് ഹെന്ന പൗഡർ. അത് നന്നായാലേ മൈലാഞ്ചിയും നന്നാവുള്ളൂ. ഇനി ഇതിലുള്ളത് യൂക്കാലിപ്റ്റസിന്റെ 30 ml എസെൻഷ്യൽ ഓയിൽ ആണ്. ഇതാണ് നമ്മുടെ ഹെന്നയുടെ സ്റ്റെയിനും സ്മെല്ലും ഒക്കെ നിർണ്ണയിക്കുന്നത്. യൂക്കാലിപ്റ്റസ് മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ എസെൻഷ്യൽ ഓയിലുകൾ വേറെയും ഉണ്ട്. ആൻഡ് ഇത് നമ്മൾ ഹെന്ന ഉണ്ടാക്കിയതിനു ശേഷം നിറക്കാനുള്ള പൈപ്പിംഗ് ബാഗും പ്യൂരിഫൈ ചെയ്യാനുള്ള സോക്സും. അതിന്റെ കറക്റ്റ് പേര് അറിയാത്തതുകൊണ്ടാണ് ഞാൻ സോക്സ് എന്ന് പറഞ്ഞത്. അത് സോക്സ് പോലെ ഇരിക്കും കാണാനൊക്കെ. ഹെന്ന പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തതിനു ശേഷം ക്ലിപ്പ് ചെയ്യാനുള്ള ക്ലിപ്പാണ്. കോണുകൾ മടക്കി ഒട്ടിക്കാനുള്ള സെല്ലോ ടാപ്പ്. 100 ഗ്രാം പൗഡറിന് ഏകദേശം 40 ഗ്രാം ഷുഗർ ആണ് ആവശ്യമുള്ളത്. അപ്പൊ അതൊരു ബോക്സിലുണ്ട്. ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 5 കോൺസ് ഉണ്ട്. ഹെന്ന കോൺസിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ് കോൺസ് ഷീറ്റ് മടക്കുക എന്നുള്ളത്. കോൺസ് എത്ര പെർഫെക്റ്റ് ആയിരിക്കോ അതുപോലെ ഉണ്ടാവും നമ്മുടെ ഡിസൈനുകളുടെ ഭാവമാറ്റങ്ങൾ. ഇത് പിന്നെ നമ്മുടെ അറ്റത്ത് കുത്താനുള്ള സൂചി. ഇത് പ്രത്യേകിച്ച് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മടക്കി പഠിക്കാനായിട്ട് ഒരു 10-15 ഷീറ്റ്. എനിക്ക് ഏറ്റവും ടാസ്ക് ഉള്ള പണി തന്നെ ഷീറ്റ് മടക്കലാണ്. അതൊന്നും മടക്കി പഠിക്കാനായിട്ട് കുറച്ച് ഷീറ്റ് കിട്ടിയ സന്തോഷം. എന്നാ പിന്നെ നമുക്കൊരു തലക്കെന്ന് അങ്ങോട്ട് തുടങ്ങിയല്ലേ. അപ്പൊ ആദ്യം തന്നെ ഹെന്ന പൗഡർ നമുക്ക് എടുക്കാം. ശരിക്കും നമ്മൾ ഓരോ അളവിൽ എടുക്കുന്ന പൊടിയിലും മിക്സ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസിന് ഓരോ മെഷർമെന്റ്സ് ഉണ്ട്. പക്ഷേ ഈ കിറ്റിൽ നമ്മൾ അതൊന്നും നോക്കണ്ട. കാരണം 100 ഗ്രാം പൗഡറിന് വേണ്ടിയിട്ടുള്ള 30 ml ഓയിലും 40 ഗ്രാം ഷുഗറും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ നമ്മളിത് ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഇളക്കി മൈലാഞ്ചി ആക്കി എടുക്കണല്ലോ. ഞങ്ങൾ എന്തായാലും മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ മൈലാഞ്ചിയും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് സെയിൽ ചെയ്യുന്നത് ഒരു ബിസിനസ് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് പഠിക്കാനായിട്ട് പുറപ്പെടുന്നത്. ഒരു പരീക്ഷണം ആയതുകൊണ്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പാത്രം എടുത്തത്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ആൾക്കാരാവുകയാണെങ്കിൽ അതിനായിട്ടൊരു പാത്രം കരുതുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെ പൊട്ടിച്ചിട്ടുള്ള പൗഡർ നമ്മൾ ഇതിക്ക് ഫുള്ള് ഇട്ട് കൊടുക്കുകയാണ്. പൊട്ടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മൈലാഞ്ചിന്റെ മണക്ക് വരും. എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ യൂക്കാലിപ്റ്റസിന്റെ എസെൻഷ്യൽ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ല യൂക്കാലിന്റെ മണം കിട്ട് പരക്കും. ടീ ട്രീ, ഗ്രാമ്പൂ, അങ്ങനെ അതിന്റെയൊക്കെ എസെൻഷ്യൽ ഓയിലുകൾ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓരോന്നിനും പല ടൈപ്പ് ഓഫ് കളർ ആയിരിക്കും സ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുക. എനിക്ക് അറിയില്ല കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെ നമ്മൾ ഓയിലും കൂടി ഒഴിച്ചു എടുത്തിട്ട് ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ കുറച്ച് പരന്ന കയ്യിലാണെങ്കിൽ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനിവിടെ ഒരു മരത്തിന്റെ കയ്യിലാണ് എടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്യണതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നായിട്ട് കറി പോലെ കുറെ വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കാൻ നിൽക്കരുത് കേട്ടോ. നമുക്കിവിടെ വളരെ ശ്രദ്ധിക്കണം. ബിക്കോസ് ആകെ 100 ഗ്രാം പൊടിയേ ഉള്ളൂ. വെള്ളം ഒന്ന് കൂടി പോയാൽ ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ കൂടി വേറെ പൊടിയില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല ഹെന്ന പൗഡർ എന്ന് പറയുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡേഴ്സ് ആയിരിക്കും. കുഴപ്പമില്ലാത്ത സ്റ്റെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പൗഡേഴ്സിൽ തന്നെ 5 ഫിൽറ്റർ 7 ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. പറ്റുമെങ്കിൽ പൊടി ഒന്ന് തരിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും തരിയോ പൊടികളോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി കിട്ടിക്കോളും. ഏകദേശം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ സേഫ് ആയ സ്ഥലത്ത് നമുക്ക് ഒരു 6-7 മണിക്കൂർ മൂടി വെക്കാം. ശേഷം തുറക്കുമ്പോൾ നമ്മൾ നേരത്തെ മൂടി വെക്കുമ്പോൾ ഉണ്ടായിരുന്ന കളർ ആയിരിക്കില്ല, കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. അങ്ങനെ കളർ ചേഞ്ച് ആവണം, അപ്പോഴേ നമ്മുടെ ഹെന്ന സെറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. നേരത്തെ ഒരുമാതിരി കട്ട കുഴ പോലെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ നല്ലൊരു എന്താ പറയാ, നല്ലൊരു ടെക്സ്ചർ ആയി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമോ അല്ലെങ്കിൽ വിത്തൗട്ട് ഷുഗർ ചായയോ ഒക്കെ ഒഴിച്ചു എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസിലോട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം കൂടാനോ കുറയാനോ പാടില്ല. ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെ വരണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. നമുക്കൊരു ഫീല് വരും ഇതിങ്ങനെ ഏകദേശം ഓക്കെ സെറ്റ് അയക്കണ് എന്നുള്ളത്. ആ ഒരു ടൈപ്പ് എത്തുമ്പോഴാണ് ഞാൻ നിർത്തലുള്ളത്. വെള്ളം കൂടിയാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഹെന്ന ഭയങ്കര ലൂസായിട്ട് വരും, നമുക്ക് ഇടാൻ പറ്റൂല. വെള്ളം കുറഞ്ഞാലും തന്നെയാണ് ഹെന്ന നമ്മൾ നല്ല പ്രസ് ചെയ്താലും വരുമ്പോൾ ഒരുമാതിരി ടെക്സ്ചർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി അഥവാ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പൗഡർ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അരിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കുകയാണ്. ഇതൊന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കണം. നമുക്ക് ഇതിന്റെ കൂടെ 2-3-4 പൈപ്പിംഗ് ബാഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ചെറുതാണ്. നമുക്ക് വാങ്ങുകയാണെങ്കിൽ കുറച്ച് വലുത് വാങ്ങായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സോക്സ്. കണ്ടില്ലേ, സോക്സ് പോലെ ഇരിക്കുന്നില്ല, പക്ഷെ ഇതിന് എന്തൊരു പേരുണ്ട് കേട്ടോ, എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇനി നമ്മളെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിനും സോക്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കുപ്പി എടുക്കുക എന്നുള്ളതാണ്. നമ്മളടുത്ത് ഇതിന് വേണ്ട പ്രോഡക്റ്റുകളൊന്നും അധികമല്ലല്ലോ. അപ്പം നമ്മളുള്ള കുപ്പിയും പാട്ടൊക്കെ വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കുപ്പി എടുക്കുക. കുപ്പി എടുക്കുമ്പം വലിയ പൈപ്പിംഗ് ബാഗ് ആണെങ്കിൽ വലിയ വാളുള്ള കുപ്പി എടുക്കുക, ചെറിയ പൈപ്പിംഗ് ബാഗ് ആണെങ്കിൽ ചെറിയ വാളുള്ള കുപ്പി എടുക്കുക.
ആദ്യം പൈപ്പിംഗ് ബാഗ് വെച്ച് അതിന്റെ മേലെ സോക്സും വെച്ച് അതിന് ഉള്ളിലേക്ക് നമ്മൾ ഹെന്ന ഫുള്ളും നിറച്ചു കൊടുത്തതിന് ശേഷം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നല്ല പ്രസ് ചെയ്യുക. കുറച്ച് നമ്മൾ ബലം കൊടുക്കണം, എന്നാലേ അത് സംഭവം സെറ്റ് ആയിട്ട് വരുള്ളൂ. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഗ്ലൗസ് ഉള്ളത് നല്ലതായിരിക്കും ഗൈസ്, അല്ലെങ്കിൽ കൈ ഇതുപോലെ ചൊവ്വാന്ന് ചുവന്നില്ല. നമ്മളെ പൈപ്പിംഗ് ബാഗ് ചെറുതായതുകൊണ്ട് ഒന്ന് ഫുൾ ആയതിനു ശേഷം വേറൊരു പൈപ്പിംഗ് ബാഗിന്റെ ഹാഫും ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ഹെന്നയിലുള്ള എന്തെങ്കിലും തരികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കോണ് ഞാൻ ചെയ്യണത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണ്ട, കാരണം ഞാനിനി യൂട്യൂബിൽ ഒരു ട്രയൽ നോക്കിയിട്ടാണ് ചെയ്യണത്. എനിക്ക് കോണ് മടക്കാനായിട്ട് ഒട്ടും അറിയില്ല ഗൈസ്, എനിക്ക് ഭയങ്കര ടാസ്ക് ഈ ഒരു പ്രോസസ് ആയിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുള്ള ആ കോണിൽ ഫുള്ളും ഹെന്ന നിറച്ചിട്ട് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് മേൽപോഷം മടക്കുന്ന ഒരു വീഡിയോ നോക്കി അതുപോലെ മടക്കി സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് ഫിക്സ് ആക്കി എടുത്തു. ഇത്രയും പോകുന്ന പ്രോസസ്സിൽ എനിക്ക് മുന്നേ ഉള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയിൽ പഠിച്ചു. പക്ഷെ ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സെറ്റ് ആവാത്തത്. അപ്പൊ ഈ ഷീറ്റ് ഒന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരിക്കണ്. അപ്പൊ അതും കൂടി പഠിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് പുതിയ സെല്ല് ചെയ്യാനുള്ള കോൺസ് ഉണ്ടാക്കാനായിട്ട് ഗൈസ്. അങ്ങനെ ഓൾറെഡി അതിൽ ഓല് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളൊരു 5 കോൺ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ഹെന്ന ഫില്ല് ചെയ്തിട്ട് ഒട്ടിച്ച് സെറ്റ് ആക്കി എടുത്തു. അത് കണ്ടപ്പോ എന്തോ ഒരു മല മറിച്ച പണി തീർത്തൊരു ഫീൽ ആയിരുന്നു ഗൈസ്. എല്ലാം ഓക്കെയാണ്, പക്ഷെ കൈയിന്റെ കോലാണ് തീരെ ഓക്കെ അല്ലാത്ത. പിന്നെ നമുക്ക് ഇതൊരു ശീലാണ്, മൈലാഞ്ചി ഇട്ടെടുക്കാൻ പോയാലും കൈ ഫുള്ള് വൃത്തിയാടാം. അപ്പൊ നമുക്ക് ഇനി നേരെ എന്ത് ചെയ്യാം, ഫ്രീസറിലോട്ടേക്ക് വെക്കാം. അപ്പൊ നമ്മുടെ ഒരു ഫുൾ പൈപ്പിംഗ് ബാഗ് ഹെന്ന ബാക്കിയാണ്, അതും ഫ്രീസറിൽ വെക്കാം. പിറ്റേ ദിവസം വേണം നമുക്ക് നോക്കിയിട്ട് ബാക്കി ഷീറ്റ്സ് വെച്ച് കോൺ ഉണ്ടാക്കിയിട്ട് ബാക്കി ഹെന്നയും കൂടി നിറച്ചു കൊടുക്കാം. അങ്ങനെ അധികം വൈകാതെ പിറ്റേ ദിവസം രാത്രി കുത്തിരുന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള ഷീറ്റുകളും മടക്കി ഫില്ലാക്കി കോണുകൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഏകദേശം ഈ ഒരു കിറ്റ് വെച്ചിട്ട് ഒരു 10-15ഓളം കോൺസ് ഞങ്ങൾക്ക് കിട്ടി. സീരിയസ്ലി ഗൈസ് ഭയങ്കര സന്തോഷം, കാരണം ഇത്രയും കാലം നമ്മൾ ഹെന്ന ഇട്ട് കൊടുക്കാനല്ലേ പോയിട്ടുള്ളൂ. ആദ്യമായിട്ട് നമ്മളൊരു ഹെന്ന കോൺ ഉണ്ടാക്കിയിട്ട് ആ കോൺ വെച്ച് മൈലാഞ്ചി ഇടുക എന്ന് പറയുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ ആണല്ലോ. എന്തായാലും മെനക്കെട്ട് നമ്മൾ ഹെന്ന ഉണ്ടാക്കി എടുത്തു. എന്നാ പിന്നെ കൈയോടെ തന്നെ നമുക്ക് അത് വെച്ചിട്ടൊരു ഡിസൈനും കൂടി ഇടാം. അറിയാലോ ഇത്രയും ഡയലോഗ് അടിച്ച് ഉണ്ടാക്കിയതിന്റെ ഫൈനൽ ഗുണഗണങ്ങളും പിന്നെ ഇതിന്റെ സ്റ്റെയിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റി മൊത്തം റിവ്യൂ അറിയാൻ നമ്മൾ എന്തായാലും ഒരു ഡിസൈൻ ഇട്ട് നോക്കണത് നല്ലതാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കത് ഇടാനായിട്ട് നല്ല ത്വരയായിരുന്നു. അപ്പൊ കുഞ്ഞായിരുന്നു ഞാൻ തന്നെ എന്റെ കയ്യിൽ ഇട്ടോ. അങ്ങനെ ഒരു പിൻട്രസ്റ്റ് റെഫറൻസ് നോക്കിയിട്ട് ഓളൊരു സിമ്പിൾ ഹെന്ന ഇട്ടത്. അതിൽ കൂടെ ആദ്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുഞ്ഞ് നന്നായിട്ട് മൈലാഞ്ചി ഇടും. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയല്ല, സംഭവം നല്ല ഫ്ലോ ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് ട്യൂബ് വർക്ക് ആവുന്നുണ്ടായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റെയിനെ പറ്റി ആലോചിച്ചപ്പോൾ. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു റെഡിഷ് കളർ ആയിരുന്നു. പിറ്റേന്ന് ഈവനിങ് ആയപ്പോഴേക്കും നല്ലൊരു റെഡ് കളർ വന്ന് പിറ്റേന്നത്തേക്ക് ബ്രൗൺ ആയി, പിന്നെ ഡാർക്ക് ബ്രൗൺ ആയി. ഏതായാലും സ്റ്റെയിനെ പറ്റിയിട്ട് ഇനിയുള്ള ടെൻഷൻ ഇല്ല, നല്ല സ്റ്റെയിൻ ഉണ്ടായിരുന്നു. വിശ്വസിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കിറ്റ് വാങ്ങാം. അങ്ങനെ ഓളിട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു പൂതി എനിക്കിടണമെന്ന്. പക്ഷെ ഓക്ക് ആഗ്രഹമായിരുന്നെങ്കിൽ എനിക്ക് അത്യാഗ്രഹമായിരുന്നു, എനിക്ക് 2 കയ്യിലും ബ്രൈഡൽ ഹെന്ന ഇട്ടിരണമെന്ന്. കാരണം ഞാൻ കുറെ ആൾക്കാർക്ക് അങ്ങോട്ട് പോയി ഇട്ട് കൊടുത്തിക്കണ്, പക്ഷെ ഞാൻ ഇങ്ങനെ വെറുതെ കൈ നീട്ടി എനിക്ക് ഇതുവരെ ആരും ഇട്ടന്നിട്ടില്ല. ഒരു കൈയൊക്കെ ഇട്ടന്നിക്കണേ, പക്ഷെ ഇതുപോലെ അങ്ങനെ കുറെ ഒന്നും ഇട്ടന്നിട്ടില്ല. അപ്പൊ ആ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സാധിച്ചരാന്ന് പറഞ്ഞിരുന്നത്. ഹലോ, എന്തൊരു ടഫ് പ്രോസസ് ആയിരുന്നു അത് എന്നറിയോ. അന്നാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇടണ നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പാടാണ് ഇടാനായിട്ട് ഇരിക്കണ ആൾക്കാർക്ക്. അപ്പൊ ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് നമ്മൾ ഒരു കൈ ഫുള്ള് ഇട്ട് ഇതായിരുന്നു അതിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്നായിരുന്നു 2ാമത്തെ കൈ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ഫുള്ള് മെഹന്തി ഇട്ടിട്ട് ഇങ്ങനെ കാണുന്നതിന് വേറൊരു ഫീൽ ആട്ടോ. അപ്പൊ ഗൈസ് ഏതായാലും നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കും ചെയ്യാം, ആ ഒരു കിറ്റ് വേണമെങ്കിൽ വാങ്ങും ചെയ്യാം. വേണമെങ്കിൽ വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇട്ട ഡിസൈൻ കൂടെ അതും നല്ല രസമുണ്ട്. അപ്പൊ ഏതായാലും ഞങ്ങളുടെ പേജിൽ പുതിയതായിട്ട് കോൺസ് ലോഞ്ച് ചെയ്യണ സമയത്ത് ഞാൻ അറിയിക്കാം. നിങ്ങൾ എല്ലാവരും വാങ്ങി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത്രയ്ക്കുള്ളൂ. ബൈ.